ഹലോ അസ്സാം വലൈക്കും. നമുക്കൊരു അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റിലൊരു ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഉഴുന്ന് വേണം, പച്ചരിയും വേണം. അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിലേക്ക് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കുതിരാൻ വെക്കാം. അത് കുതിർന്നതിന് ശേഷം നന്നായി കഴുകിയിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഓവറായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഇവിടെ അടിച്ചെടുത്തത്. രാത്രി അടിച്ച് വെച്ചതായിരുന്നു. ഇത് രാവിലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരൊറ്റ ഒരു മാവിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഗീ റോസ്റ്റ്, അതേപോലെ മസാല ദോശ, നമ്മുടെ തട്ട് ദോശ, അങ്ങനത്തെ കുറേ ഐറ്റംസ് അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതാ നന്നായി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇഡ്ഡലി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഹാർഡായി പോകുന്നവർക്കൊക്കെ ഈ ഒരു ഇതിങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ അതാ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യുക.